の名は坂本太郎。 2025 ഒരു ഗംഭീര ആനിമയിൽ നിന്ന് തന്നെ ആവട്ടെ, സക്കുമോട്ടോ ഡേയ്സ്. വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മാങ്കയാണ് സക്കുമോട്ടോ ഡേയ്സ്. മാങ്കകൾ ഒരുപാടുള്ള ഈ ഒരു ഫീൽഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സക്കുമോട്ടോ ഡേയ്സ് എന്ന് പറയുന്നത്. എണ്ണം പറഞ്ഞ കിടിലൻ മാങ്കകളിൽ ഒന്ന്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ വക ആനിമെ അഡാപ്റ്റേഷൻ കൂടെ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ തന്നെ കിടിലൻ ഐറ്റം ആയിരിക്കും ഇത്. സോളോ ലെവലിംഗ് ഇപ്പോൾ സീസൺ 2 ഓൺഗോയിങ് ആണ്. ബട്ട് എൻ്റെ മോസ്റ്റ് അവൈറ്റഡ് ആനിമെ ആയിരുന്നു സക്കുമോട്ടോ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സക്കുമോട്ടോ ഡേയ്സ് എന്ന് പറയുന്നത് ടാറോ സക്കുമോട്ടോയുടെ കഥയാണ്. എത്ര വലിയ വില്ലന്മാരും ഗാങ്സ്റ്റർ ആയാലും അവരുടെ എല്ലാം പേടി സ്വപ്നമായിരുന്നു ടാറോ സക്കുമോട്ടോ എന്ന് പറയുന്നത്. അങ്ങനെ അത്ര വലിയ അസാസിനായ സക്കുമോട്ടോ ഒരു ദിവസം ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾ. അങ്ങനെ അവളെ കല്യാണം കഴിക്കുന്നു. തുടർന്ന് തൻ്റെ അസാസിൻ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഒരു കൺവീനിയൻസ് സ്റ്റോർ നടത്തി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഒരു ഫുൾ ഓൺ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഷോ ആണ് സക്കുമോട്ടോ ഡേയ്സ്. കാണുന്നവരെ എല്ലാം വളരെ എൻഗേജിംഗ് ആയിട്ട് ഇരുത്താൻ കെൽപ്പുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ആനിമെ. നെറ്റ്ഫ്ലിക്സിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡബ് ആൻഡ് സബ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുമിച്ച് തന്നെ. ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കി, ബോത്ത് ആർ ഗുഡ്. എനിവേ സബ്ബാണ് കൂടുതൽ ഇഷ്ടം, സോ അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത് സബ്ബാണ്. വോയിസ് ആക്ടിങ് എല്ലാം തന്നെ കൊള്ളാമായിരുന്നു. ആൻഡ് ആനിമേഷൻ കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിരുന്നതിൽ ബെറ്റർ ആയേനെ. സ്റ്റിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം അത്രയും നോക്കിയിരുന്ന ഒരു ആനിമെ അഡാപ്റ്റേഷനാണ്. ഒരിക്കലും പ്രതീക്ഷിച്ച പോലും ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ആനിമെ അഡാപ്റ്റേഷൻ ലഭിക്കുമെന്ന്. അപ്പോൾ ഫസ്റ്റ് സീസണിലെ 2 എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് സീസൺ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. അതുപോലെ അതിൽ ഫസ്റ്റ് പാർട്ടിൽ 11 എപ്പിസോഡും ആൻഡ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ജൂലൈയിലാണ്. അതിൽ എത്ര എപ്പിസോഡ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു ജോൺ വിക്ക് സ്റ്റൈൽ മൂവി ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് സക്കുമോട്ടോ ഡേയ്സ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സോങ് കൊള്ളാം, ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ മാങ്ക റിവ്യൂ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മസ്റ്റ് റീഡ് ഐറ്റമാണ്. സോ ആനിമെ കണ്ടാലും മാങ്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് ഫാർ ബെറ്റർ എന്ന് പറയാം. അതുപോലെ നിഞ്ച കാമുയി പോലുള്ള ആനിമെ കണ്ടിട്ട് അതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡ് അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അത് പോയില്ല. അതിൻ്റെ ഒരു എൻഡായപ്പോഴേക്കും ഒരു വോസ്റ്റ് ഇതിനകത്തേക്ക് എത്തി. സോ അത് വെച്ച് ഈ സക്കുമോട്ടോ ഡേയ്സ് എങ്ങനെയാവും എന്നുള്ളൊരു ചിന്ത വേണ്ട. കാരണം ദിസ് ഈസ് ഗോണ ബി എ ടോപ്പ് നോച്ച് ആനിമെ. കാരണം ഇതിൻ്റെ മാങ്ക അത്രയും ഗംഭീരമാണ്. അപ്പോൾ നിഞ്ച കാമുയി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ആനിമെ ഒറിജിനലാണ്. സോ അതിന് വലിയ മാങ്കിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ എന്തായാലും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കിടിലൻ ആക്ഷൻ രംഗങ്ങളും ആനിമേഷനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക.